നമസ്കാരം. എല്ലാ പ്രിയ +1 തുല്യതാ പഠിതാക്കളെയും ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലെ സ്വാഗതം ചെയ്യട്ടെ. പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു റിവിഷൻ എന്ന രീതിയിൽ ഇന്നത്തെ ക്ലാസ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ചാപ്റ്റർ ഹിസ്റ്ററിയിലെ +1 തുല്യതാ ഹിസ്റ്ററിയിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള പാഠമുണ്ട്. പേജ് നമ്പർ 90 മുതൽ തുടങ്ങുന്ന പേജ് നമ്പർ 90 മുതൽ തുടങ്ങുന്ന പേജ് നമ്പറാണ്. ചാപ്റ്റർ നമ്പർ 7 ആണ് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 2-3 ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ചാപ്റ്റർ നമ്പർ 7, പാഠത്തിൻ്റെ പേര് അധിനിവേശവും ചെറുത്തുനിൽപ്പും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങൾ ഏതാ വേണ്ടി ചോദിക്കും 4 മാർക്കിന്, അല്ലെങ്കിൽ ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ 96 പേജിൽ ഒരുപാട് അതിൻ്റെ കാരണങ്ങൾ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചുരുക്കി വിശകലനം ചെയ്യാം, എളുപ്പത്തിലൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഈ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള 13 ബ്രിട്ടീഷ് കോളനികൾ, അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സമരമാണ്, ജനകീയ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള 13 ബ്രിട്ടീഷ് കോളനികൾ. ടെക്സ്റ്റ് ബുക്കിൽ ആ ബ്രിട്ടീഷ് കോളനികളുടെ പേര് 13 പറയുന്നുണ്ട്. 13 ബ്രിട്ടീഷ് കോളനികളുടെ പേര് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു 4 പറയാം, എന്നിട്ട് 13 എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ സൗത്ത് കരോലിന, നോർത്ത് കരോലിന, ഫിലാഡൽഫിയ, ന്യൂയോർക്ക്. നമുക്ക് എളുപ്പമുള്ള 4 എടുക്കാം. 13 നമുക്ക് എളുപ്പമുള്ള 4 പഠിക്കാം. സൗത്ത് കരോലിന, നോർത്ത് കരോലിന, ന്യൂയോർക്ക്, ഫിലാഡൽഫിയ. സൗത്ത് കരോലിന, നോർത്ത് കരോലിന, ഫിലാഡൽഫിയ, ന്യൂയോർക്ക് എന്നീ 13 ബ്രിട്ടീഷ് കോളനികൾ അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഒന്നുകൂടെ പറയാം. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള 13 ബ്രിട്ടീഷ് കോളനികൾ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, ന്യൂയോർക്ക്, ഫിലാഡൽഫിയ എന്നീ 13 ബ്രിട്ടീഷ് കോളനികൾ തുടങ്ങിയ 13 ബ്രിട്ടീഷ് കോളനികൾ അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ടെക്സ്റ്റ് ബുക്ക് 96 പേജിൽ ആ 13 കോളനികളെ പേരും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 പഠിച്ചിട്ട് തുടങ്ങിയ അല്ലെങ്കിൽ എന്നിവ എന്നൊക്കെ പറഞ്ഞാൽ മതി. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള സൗത്ത് കരോലിന, നോർത്ത് കരോലിന, ന്യൂയോർക്ക്, ഫിലാഡൽഫിയ എന്നീ 13 ബ്രിട്ടീഷ് കോളനികൾ തങ്ങളുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കതിലെ കാരണങ്ങളാണ് എഴുതേണ്ടത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങൾ. ഇവിടെ ബ്രിട്ടന് ഈ കോളനികളിലെ വ്യവസായത്തിലും വാണിജ്യത്തിലൊക്കെ ബ്രിട്ടന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഒരു കാരണം. ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, കോളനികളിലെ വ്യവസായത്തിലും വാണിജ്യത്തിലും ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, എല്ലാ കാര്യത്തിലും ബ്രിട്ടന് എന്ത് ചെയ്യുക, ഇടപെടുക, നിയന്ത്രിക്കുക. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഒരു കാരണമായി. പിന്നെ ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ കോളനികളിൽ ഇറക്കുമതി ചെയ്യാവൂ എന്നുള്ള നിബന്ധന. ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ, മാതൃരാജ്യമായ ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഈ കോളനികളിൽ ഇറക്കുമതി ചെയ്യാവൂ എന്നുള്ള ബ്രിട്ടൻ്റെ നിബന്ധന. ഇപ്പോൾ 2 കാരണം പഠിച്ചേ. ഒന്നെന്താണ്, ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, കോളനികളിലെ വ്യവസായത്തിലും വാണിജ്യത്തിലും ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഒരു കാരണം. പിന്നെ ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ കോളനികളിൽ ഇറക്കുമതി ചെയ്യാവൂ എന്നുള്ള ബ്രിട്ടൻ്റെ നിബന്ധന. പിന്നെ ബ്രിട്ടൻ ഫ്രാൻസുമായി നടത്തിയ സപ്തവത്സര യുദ്ധമുണ്ട്. ഒരു 7 വർഷം യുദ്ധം നടത്തിയിട്ടുണ്ട് ബ്രിട്ടനും ഫ്രാൻസും. ആ സപ്തവത്സര യുദ്ധത്തിൻ്റെ ചെലവിൻ്റെ ഒരു ഭാഗം കോളനികൾ വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനും കോളനികൾ തയ്യാറായില്ല. കാരണം എന്താണ്, ബ്രിട്ടൻ ഫ്രാൻസുമായി നടത്തിയ സപ്തവത്സര യുദ്ധത്തിൻ്റെ ചെലവിൻ്റെ ഒരു ഭാഗം കോളനികൾ വഹിക്കണമെന്നുള്ള ബ്രിട്ടൻ്റെ ആവശ്യം. അപ്പോൾ ഈ 3 കാരണം പഠിച്ചു. പിന്നെ കോളനികളുടെ മേൽ ചുമത്തിയ പ്രത്യക്ഷ നികുതികൾ 4 പഠിച്ചു. പിന്നുള്ളത് എന്താണ് അറിയാം, ഒരു സ്റ്റാമ്പ് നിയമം 17/6/65 1765 സ്റ്റാമ്പ് നിയമമുണ്ട്. കോളനികളിലെ നിയമപരമായ എല്ലാ പ്രമാണങ്ങളിലും സ്റ്റാമ്പ് ഏർപ്പെടുത്തിയ സ്റ്റാമ്പ് നിയമമുണ്ട്. അപ്പോൾ ഈ സ്റ്റാമ്പ് നിയമം എന്തിന് കാരണമായി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായി. സ്റ്റാമ്പ് നിയമവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായി. പിന്നെ ഈയം, ചായം, കടലാസ്, കണ്ണാടി, തേയില, അങ്ങനെ 5 സാധനങ്ങളെ പേര്. ഈയം, ചായം, കടലാസ്,
കണ്ണാടി, തേയില എന്നിവയുടെ മേൽ നികുതി ചുമത്തി ബ്രിട്ടന്. ഈയം, ചായം, കടലാസ്, കണ്ണാടി, തേയില എന്നിവയുടെ മേലെ ബ്രിട്ടൻ നികുതി ചുമത്തിയത് എന്തിന് കാരണമായി? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായി. ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള സൗത്ത് കരോലിന, നോർത്ത് കരോലിന, ഫിലാഡൽഫിയ, ന്യൂയോർക്ക് തുടങ്ങി 13 കോളനികൾ അവിടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പിന്നെ കാരണങ്ങൾ പറഞ്ഞു. കോളനികളിലെ വ്യവസായത്തിലും വാണിജ്യത്തിലും ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ബ്രിട്ടൻ്റെ നിയന്ത്രണങ്ങൾ എവിടെ? കോളനികളിലെ വ്യവസായത്തിലും വാണിജ്യത്തിലൊക്കെ ബ്രിട്ടൻ്റെ നിയന്ത്രണങ്ങൾ. പിന്നെ ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ കോളനികളിൽ ഇറക്കുമതി ചെയ്യാവൂ എന്നുള്ള നിബന്ധന. ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ കോളനികളിൽ ഇറക്കുമതി ചെയ്യാവൂ എന്നുള്ള ബ്രിട്ടൻ്റെ നിബന്ധന. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പഠിക്കേണ്ടത്, ബ്രിട്ടൻ ഫ്രാൻസുമായി നടത്തിയ സപ്തവത്സര യുദ്ധത്തിൻ്റെ ചെലവിൻ്റെ ഒരു ഭാഗം കോളനികൾ തരണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ടു. ബ്രിട്ടൻ ഫ്രാൻസുമായി നടത്തിയ സപ്തവത്സര യുദ്ധമുണ്ട്, 7 വർഷ യുദ്ധം, അതിൻ്റെ സപ്തവത്സര യുദ്ധം. ആ സപ്തവത്സര യുദ്ധത്തിൻ്റെ ചെലവിൻ്റെ ഒരു ഭാഗം ബ്രിട്ടൻ കോളനികളോട് തരണമെന്ന് ആവശ്യപ്പെട്ടു, കോളനികൾ വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ സ്റ്റാമ്പ് നിയമമുണ്ട്. കോളനികളിലെ എല്ലാ നിയമപരമായ പ്രമാണങ്ങളിലും സ്റ്റാമ്പ് പതിക്കണമെന്നുള്ള സ്റ്റാമ്പ് നിയമം. കോളനികളിലെ നിയമപരമായ എല്ലാ പ്രമാണങ്ങളിലും സ്റ്റാമ്പ് സ്റ്റാമ്പ് പതിക്കണമെന്നുള്ള സ്റ്റാമ്പ് നിയമം. പിന്നെ പ്രത്യക്ഷ നികുതികൾ. പിന്നെ പറയാനുള്ളത് 5 സാധനത്തിന് നമ്മൾ നികുതി ചുമത്തി. അതൊക്കെ ഈയം, ചായം, കടലാസ്, കണ്ണാടി, തേയില. ഈയം, ചായം, കടലാസ്, കണ്ണാടി, തേയില എന്നിവയുടെ മേൽ നികുതി ചുമത്തിയതൊക്കെ എന്തിന് കാരണമായി? ഇത്രയുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, പിന്നെ കാരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 97 പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് ചെയ്ത സാധനമാണ് എന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി ഒരു തുറമുഖത്തിൻ്റെ പേര്, ഒരു ബീച്ചിൻ്റെ പേരാണ് ബോസ്റ്റൺ. അവിടെ നടന്നൊരു സമരത്തിൻ്റെ പേരാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി അത് 1773 1773 ഡിസംബറിൽ ഒരു തണുപ്പുള്ള രാത്രിയിൽ ഈ റെഡ് ഇന്ത്യക്കാരുടെ വേഷം അണിഞ്ഞിട്ട് ഒരു വിഭാഗം അമേരിക്കൻ ജനത ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ കയറിയിട്ട് ആ കപ്പലിലുണ്ടായിരുന്ന തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. നമ്മൾ പറഞ്ഞല്ലോ ഇവർ തേയിലയ്ക്ക് നികുതി ചുമത്തിയെന്ന്. അങ്ങനെ ബ്രിട്ടൻ എന്ത് ചെയ്തു? തേയിലേൻ്റെ മാത്രം നികുതി അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കി കൊടുത്തു. തേയിലക്ക് മാത്രം പിന്നെ വേണ്ട നികുതി ചുമത്തി. അപ്പോൾ ഈ തേയിലയുടെ മേൽ നികുതി ചുമത്തിയതിന് ഉള്ള പ്രതിഷേധമായിട്ടാണ് ഈ സമരം. തേയിലേൻ്റെ മുകളിലെ നികുതി ചുമത്തിയതിലോ ഞാൻ നികുതി ചുമത്തിയ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുള്ള സമരമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇവരെന്താ ചെയ്തത്? വേഷം മാറിയിട്ട് എന്ത് ചെയ്തു? 1773 ഡിസംബറിൽ ഒരു തണുപ്പുള്ള രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം അണിഞ്ഞ ഒരു വിഭാഗം അമേരിക്കൻ ജനത എന്ത് ചെയ്തു? ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന അവിടെ അടുത്തുകൊണ്ടിരിക്കുന്ന കപ്പൽ ആണ് നങ്കൂരമിട്ടിരുന്ന കപ്പൽ എന്ന് പറഞ്ഞത്. ആ കപ്പലിൽ കയറിയിട്ട് അതിലുണ്ടായത് തേയിലപ്പെട്ടികൾ കടലിലേക്ക് എടുത്തെറിഞ്ഞു. ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി കൂടെ ഇതെല്ലാം എഴുതി കംപ്ലീറ്റ് ആവത്തുള്ളൂ. ആദ്യം എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എഴുതണം, പിന്നെ കാരണങ്ങൾ എഴുതണം, പിന്നെ ബോസ്റ്റൺ ടീ പാർട്ടി എഴുതണം. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണ് മുങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് ജെയിംസ് ഓട്ടിസിൻ്റെ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതി പിരിക്കുന്നത് സ്വേച്ഛാധിപത്യപരമാണ്. ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്ത് മുഴങ്ങിക്കേട്ട ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതി പിരിക്കുന്നത് സ്വേച്ഛാധിപത്യപരമാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതി പിരിക്കുന്നത് സ്വേച്ഛാധിപത്യപരമാണ് എന്ന് ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യം. അതെവിടെ മുങ്ങിക്കെട്ടാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുങ്ങിക്കെട്ട മുദ്രാവാക്യത്തിൻ്റെ പേരാണത്. പ്രാതിനിധ്യമില്ലാതെ നികുതി പിരിക്കുന്നത് സ്വേച്ഛാധിപത്യപരമാണ്. ആരുടെ മുദ്രാവാക്യമാണ്? ജെയിംസ് ഓട്ടിസ്. ഇത്ര എഴുതിയാൽ എന്തായി? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായി. ഇത്ര എന്തിൽ എഴുതണം? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ എഴുതണം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്ര എഴുതണം. പിന്നെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് അറിയാമല്ലോ അല്ലേ? ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ്. ഈ 13 കോളനികളൊക്കെ പിന്നീട് സ്വതന്ത്രമായിട്ടാണ് എന്തായിരുന്നു ചേർന്നിട്ട് എന്താവുന്നത്? അമേരിക്കൻ ഐക്യനാട് US ആയിട്ട് മാറുന്നത്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനൊടുവിൽ ഈ 13 കോളനികൾ സ്വതന്ത്രമായിട്ട് എന്താവുന്നത്? അമേരിക്കൻ ഐക്യനാടുകൾ, അതായത് US ആയിട്ട് മാറുന്നത്. അങ്ങനെ ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ ആദ്യ പ്രസിഡൻ്റായി മാറി.
അപ്പോൾ അമേരിക്കയുമായി കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊരു പേരാണ് എന്ത്, ജോർജ് വാഷിങ്ടൺ, അവരെ പ്രസിഡൻറ്റ്, ആദ്യത്തെ പ്രസിഡൻറ്റ്. ഇത്രയാണ് എന്ത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പിന്നെ ഈ ആ ചാപ്റ്ററിൽ പിന്നെയുള്ളതാണ് എന്താ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം അതിൽ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അടുത്ത ചോദ്യമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. തെക്കേ അമേരിക്കയാണ് എന്ത് വിളിക്കുന്നത്, ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുന്നത്. എന്താണ് തെക്കേ അമേരിക്ക വിളിക്കുന്ന പേരാണ് എന്ത്, ലാറ്റിൻ അമേരിക്ക. സ്പെയിനും പോർച്ചുഗലുമാണ് എന്ത് ചെയ്യുന്നത്, തെക്കേ അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പെയിനും പോർച്ചുഗലും ചേർന്ന് എന്ത് ചെയ്താൽ തെക്കേ അമേരിക്കയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ആരൊക്കെയാണ്, സ്പെയിനും പോർച്ചുഗലുമാണ്. അപ്പോൾ അതോട് തന്നെ സ്പെയിൻ്റെ ഭാഷയായ സ്പാനിഷ് ഭാഷയും പോർച്ചുഗലിൻ്റെ ഭാഷയായ പോർച്ചുഗീസ് ഭാഷ എവിടെയുണ്ട്, ഈ അമേരിക്കയിലുണ്ട്, തെക്കേ അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് എന്ത് വിളിക്കുന്നത്, ഈ രണ്ട് ഭാഷകളും ലാറ്റിൻ ഭാഷ ആയതിനാലാണ് തെക്കേ അമേരിക്ക എന്ത് വിളിക്കുന്നത്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തെക്കേ അമേരിക്കയെ ആണ് എന്ത് വിളിക്കുന്നത്, ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുന്നത് തെക്കേ അമേരിക്കയാണ്. സ്പെയിനും പോർച്ചുഗലുമാണ് തെക്കേ അമേരിക്കയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പെയിനും പോർച്ചുഗലുമാണ് എന്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, തെക്കേ അമേരിക്ക. അപ്പോൾ ഈ തെക്കേ അമേരിക്കയിൽ സ്പെയിൻ്റെ ഭാഷയായ സ്പാനിഷ് ഭാഷയുണ്ട്, പോർച്ചുഗലിൻ്റെ ഭാഷയായ പോർച്ചുഗീസ് ഭാഷയുണ്ട്. ഈ രണ്ട് ഭാഷ എന്ത് ഭാഷയാണ്, ലാറ്റിൻ ഭാഷയാണ്. സ്പെയിൻ്റെ ഭാഷയായ സ്പാനിഷ് ഭാഷയും പോർച്ചുഗലിൻ്റെ ഭാഷയായ പോർച്ചുഗീസ് ഭാഷ എന്ത് ഭാഷയാണ്, ലാറ്റിൻ ഭാഷയാണ്. അതുകൊണ്ടാണ് തെക്കേ അമേരിക്ക ഈ രണ്ട് ഭാഷ ഉള്ളത് കൊണ്ടാണ് ഈ തെക്കേ അമേരിക്കയെ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുന്നത്. തെക്കേ അമേരിക്ക എന്ത് വിളിക്കുന്നു, ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കാൻ കാരണം പറഞ്ഞല്ലോ, തെക്കേ അമേരിക്കയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സ്പെയിനും പോർച്ചുഗലും കൂടിയാണ്. സ്പെയിൻ്റെ ഭാഷയായ സ്പാനിഷ് ഭാഷയും പോർച്ചുഗലിൻ്റെ ഭാഷയായ പോർച്ചുഗീസ് ഭാഷ എവിടെയുണ്ട്, തെക്കേ അമേരിക്കയിലുണ്ട്. ഈ രണ്ട് ഭാഷയും ലാറ്റിൻ ഭാഷകളായതിനാലാണ് ഈ രണ്ട് ഭാഷ സംസാരിക്കുന്ന തെക്കേ അമേരിക്കയെ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കാൻ കാരണം. ഞങ്ങൾ പഠിക്കുന്നത് എന്താണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്നുള്ളതാണ്. ഈ മധ്യ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും രാജ്യങ്ങൾ സ്പെയിനെയും പോർച്ചുഗലിൻ്റെക്കെതിരെ നടത്തിയ വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. മധ്യ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും രാജ്യങ്ങൾ സ്പെയിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരെ അല്ലെങ്കിൽ സ്പെയിനും പോർച്ചുഗലിനെതിരെ നടത്തിയ വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. മധ്യ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും രാജ്യങ്ങൾ സ്പെയിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരെ നടത്തിയ വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഈ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൽ നമ്മൾ ഇവരെ പേര് പഠിക്കുന്നത് സംരക്ഷകൻ, അതുപോലെ വിമോചകൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് ജോസഫ് മാർട്ടിൻ ഉണ്ട്. ജോസഫ് മാർട്ടിൻ വിളിക്കുന്ന പേരാണ് സംരക്ഷകൻ. അതുപോലെ തെക്കേ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം വെച്ച ആളാണ് നമ്മുടെ സൈമൺ ബൊളീവിയർ. ഈ സൈമൺ ബൊളീവിയർ വിളിക്കുന്ന പേരാണ് വിമോചകൻ. അപ്പോൾ ഇവിടെ ഈ രണ്ട് നേതാക്കളെ പേര് പഠിക്കണം, ജോസഫ് മാർട്ടിനും സൈമൺ ബൊളീവിയറും. ജോസഫ് മാർട്ടിനെ വിളിക്കുന്ന പേരാണ് സംരക്ഷകൻ, പ്രൊട്ടക്ടർ എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പെറു ഗവൺമെൻറ്. ജോസഫ് മാർട്ടിനെ പെറു ഗവൺമെൻറ് സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ജോസഫ് മാച്ച് ചെയ്ത് പഠിക്കുക, അപ്പോൾ സംരക്ഷകൻ ഓർമ്മ ഉണ്ടാവും. ജോസഫ് മാർട്ടിനെയാണ് സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൈമൺ ബൊളീവിയറെയാണ് വിമോചകൻ. ബൊളീവിയറിലെ മാച്ച് ചെയ്ത് പഠിക്കുക, അപ്പോൾ വിമോചകൻ കിട്ടും. സൈമൺ ബൊളീവിയർ എന്ത് വിളിക്കുന്നു, വിമോചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവരൊക്കെ ആരാണ്, തെക്കേ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നേതാക്കന്മാരുടെ പേരാണ് ഇവരൊക്കെ. ആദ്യത്തെ ആൾ ഫ്രാൻസിസ്കോ മിറാണ്ടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ ജോസഫ് മാർട്ടിനും സൈമൺ ബൊളീവിയറും ആണ് എന്ത് ചെയ്യുന്നത്, ഈ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് ഈ സൈമൺ ബൊളീവിയറും ജോസഫ് മാർട്ടിനും. അതിൽ ജോസഫ് മാർട്ടിൻ വിളിക്കുന്ന പേരാണ് സംരക്ഷകൻ. ജോസഫ് മാർട്ടിൻ വിളിക്കുന്ന പേരാണ് സംരക്ഷകൻ. സൈമൺ ബൊളീവിയർ വിളിക്കുന്ന പേരാണ് വിമോചകൻ. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പേരുകളാണ് ജോസഫ് മാർട്ടിനും സൈമൺ ബൊളീവിയറും. ജോസഫ് മാർട്ടിന്, സൈമൺ ബൊളീവിയർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ പേരാണ് ജോസഫ് മാർട്ടിനും സൈമൺ ബൊളീവിയറും. അതിൽ ജോസഫ് മാർട്ടിനെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, സൈമൺ ബൊളീവിയറെ വിമോചകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നിങ്ങൾ ആ ലെറ്റർ ഓർത്തിച്ചാൽ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും. ജോസഫിലെ സാ ഉണ്ടല്ലോ, സായും സംരക്ഷകനുമായി ബന്ധപ്പെട്ട് പഠിക്കുക. അതുപോലെ ബൊളീവിയറിലെ വിമോചകനുമായി മാച്ച് പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയ പഠിതാക്കളെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ ഷാ നളളം എന്നുള്ള ചാനലിന് ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ 2-3 ദിവസം കൊണ്ട് ഒരു പക്ഷേ ഈ ചാനൽ ഒരു പക്ഷേ വിസിബിൾ ആവാത്ത രീതിയിലാവാം, നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇതിന് വേറൊരു അഡീഷണൽ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഷാ നളളം 2 എന്ന പേരിൽ
ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ പരീക്ഷ അടുത്ത സ്ഥിതിക്ക് ക്ലാസ്സുകൾ തരാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പർപ്പസിനാണ് പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഷാ നളളം 2 എന്ന പേരിലാണ് ചാനൽ. അൺഎക്സ്പെക്റ്റഡായിട്ട് ആകസ്മികമായിട്ടാണ് ഒരു യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു പ്രശ്നം വന്നത്. അപ്പോൾ ചാനൽ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പുതിയ അതിന് അപ്പീലൊക്കെ കൊടുത്ത് സമയമെടുക്കും അത് വീണ്ടെടുക്കാൻ. അപ്പീലൊക്കെ കൊടുത്ത് സമയമെടുക്കും ആ ചാനൽ വീണ്ടെടുക്കാൻ. അപ്പോൾ നമ്മുടെ പരീക്ഷ ആണെങ്കിൽ പടിവാതിക്കൽ എത്തുകയും ചെയ്തു. അപ്പോൾ പരീക്ഷാ സമയം നിങ്ങളിലേക്ക് എത്താൻ വേറൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഷാ നളളം 2 എന്ന ചാനലിലായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതുവരെ നൽകിയിരിക്കുന്ന പ്രോത്സാഹനവും സഹകരണവും തുടർന്നും തരണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. ക്ലാസ്സുകൾ നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അടുത്തൊരു പുതിയ ക്ലാസ്സുമായി ഏറ്റവും നേരത്തെ നിങ്ങളിലേക്ക് എത്താവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.